4 വയസ്സ് മുതൽ കുത്തിക്കുറിച്ച് തുടങ്ങിയതാണ്. വര ഇഷ്ടത്തോടെ തുടർന്നു. ഞാൻ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ വരച്ച് തുടങ്ങിയതാണ്. പണ്ട് സ്കൂളിൽ ചേച്ചിക്ക് മത്സരങ്ങളൊക്കെ വരും. അപ്പം അവിടുന്ന് ഓരോ പടങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം ആ പടങ്ങളൊക്കെ ഞാൻ വരച്ച് നോക്കുമായിരുന്നു. ജീവനുള്ള ചിത്രങ്ങൾ ക്യാൻവാസിൽ നിറഞ്ഞു. ഇനി ചിത്രങ്ങൾ ആദ്യം ജനിക്കേണ്ടത് മനസ്സിലാണ്. എം മുകുന്ദൻ്റെ പാരീസ് എന്ന നോവലിലെ വരികൾക്ക് ചിത്രം വരയ്ക്കേണ്ടത് ഈ 10ാം ക്ലാസ്സുകാരിയാണ്. ഞാൻ 14 ഇല്ലസ്ട്രേഷനാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ 13 ഭാഗങ്ങളാണ്. മുകുന്ദൻ സാറിനെ ഞാൻ ആമയെ കൊച്ചിലെ വെച്ചാണ് കണ്ടത്. കൊച്ചിന് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ ഇങ്ങനെ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നു, അതൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം നല്ല സന്തോഷം. വരയിൽ പാരീസ് നഗരം വിരിഞ്ഞു. ഇനി കഥാകാരന്റെ അടുത്തേക്ക്. സാറേ, അപ്പോൾ ഗോപിക വളരെ ആഗ്രഹിച്ചൊരു കൂടിക്കാഴ്ചയാണ്. അപ്പം സാറിൻ്റെ കഥ ഗോപിക അറിയുന്നു, ഈ തലമുറയിലൊരു കുട്ടി അറിയുന്നു, അത് ചിത്രങ്ങളാവുന്നു, സ്വന്തം ഭാവന ചിത്രങ്ങളാവുന്നു. ഇത്രമാത്രം സന്തോഷമുണ്ട് സാർ. അത് വളരെ സന്തോഷമുണ്ട്. ഗോപിക എനിക്ക് നേരത്തെ അറിയാം, വായിക്കുന്ന കുട്ടിയാണ്. കഥയിൽ പറഞ്ഞ പോലെ തന്നെ ചിത്രങ്ങൾ ഇങ്ങനെ കാണാം നമുക്ക്. നമ്മളിപ്പം കഥാകാരൻ കണ്ടത് അതേപോലെ വരയ്ക്കാൻ പറ്റുന്ന സന്തോഷം. ഭയങ്കര സന്തോഷം. ഇപ്പം സാർ ഇത്രയും പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. ഇപ്പം ഇവിടെ നിൽക്കാൻ തന്നെ ഒരു വലിയൊരു അവസരമാണ് കിട്ടിയേക്കുന്നത്. CBSE 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലും ഈ മിടുക്കിയുടെ ചിത്രങ്ങളുണ്ട്. ആദ്യം കഥയിലെ വരികൾ അറിയണം, പിന്നീട് മനസ്സിലെ ചിത്രങ്ങളാകണം, പിന്നീട് ക്യാൻവാസിൽ പതിയണം. ഇപ്പോൾ പതിഞ്ഞ ചിത്രങ്ങൾ കഥാകാരൻ കണ്ടതുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ഗോപികയ്ക്ക് സന്തോഷമൊന്നും ആക്കുമല്ലോ ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഗോപിക ഹാപ്പിയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുലുണ്ട് നമുക്കിപ്പം. രാഹുലെ, ഈ പുതിയ കുട്ടികളൊക്കെ സ്വയം വഴി വെട്ടി അവർ നേടുന്ന നേട്ടങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. തീർച്ചയായും എന്തൊരു സന്തോഷ നിമിഷമാണ്, പറയാൻ കഴിയില്ല. ആ ഒരു സന്തോഷം ഗോപിയുടെ മുഖത്തുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ എം മുകുന്ദൻ പോലും അത് നന്നായി ആസ്വദിക്കുന്നുണ്ട് അല്ലേ? ആദ്യ വാർത്ത എന്ന് പറയുന്നത് എം മുകുന്ദൻ്റെ നോവലിന് ഒരു 10ാം ക്ലാസ്സുകാരി ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു നമ്മളെ ആകർഷിച്ചത്. അപ്പോൾ വടക്കേവിള, ഇപ്പോൾ എൻ്റെ വീടിനടുത്താണ് ഈ ഗോപികയുടെ വീട്. അപ്പോൾ ഗോപികയുടെ വീട്ടിൽ ചെന്നപ്പോൾ നിറയെ പടങ്ങളാണ്. നിറയെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പടങ്ങൾ കാണുമ്പോൾ വ്യക്തിപരമായി ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. കാരണം ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത് കൊള്ളാലോ, ഇത് ഫോട്ടോയാണോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര രസമുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ കുറേയധികം ചിത്രങ്ങൾ അവിടെയുണ്ട്. അത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെയാണ് ഗോപിക വരച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വരയോട് എത്രമാത്രം ഇഷ്ടം ഗോപികയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. പിന്നീടാണ് ചില ചിത്രങ്ങൾ കാണിച്ചത്. ആ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പടങ്ങൾ നോക്കി വരയ്ക്കാം, കണ്ടൊരു പടം പിന്നീട് വരയ്ക്കാം, ഭാവനയിൽ നിന്നും വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാവരും ഉണ്ട്. ഗോപിക ഇവിടെ ചെയ്യുന്നത് എം മുകുന്ദൻ്റെ നോവലിന് ചിത്രങ്ങൾ വരയ്ക്കുകയാണ്, അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുകയാണ് ഗോപിക ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഒരു 10ാം ക്ലാസ്സുകാർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക്. കാരണം എം മുകുന്ദൻ എന്ത് ഭാവനയിലാണോ അത് എഴുതിയത്, അതേ ഭാവനയിൽ അതേ വികാരത്തിൽ ചിത്രങ്ങൾ വരണം എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. 10ാം ക്ലാസ്സുകാരി ഈ പറഞ്ഞ ഗോപിക, ആ മോൾക്ക് അത് എത്ര വലിയ ഉത്തരവാദിത്തമാണെന്ന് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിക്കാരിക്ക് വര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങ് വരച്ച് അങ്ങ് മാറ്റുകയാണ് ചിത്രങ്ങൾ. ഏറ്റവും ഒടുവിൽ എം മുകുന്ദനുമായുള്ള കൂടിക്കാഴ്ചയാണ് ഏറ്റവും രസകരമായി തോന്നിയത്. അതിൽ മുകുന്ദൻ സാറ് പറഞ്ഞത്, ഞാൻ എങ്ങനെയാണോ ആ വരികൾ എഴുതിയത് അതേപോലെ തന്നെയാണ് മോളി ചിത്രം വരച്ചിരിക്കുന്നതെന്നാണ്. അത് ആദ്യമായിട്ടാണ് നമ്മുടെ മുന്നിൽ വെച്ചാണ് ഗോപിക ഇത് കേൾക്കുന്നത്. ഗോപിക്ക് ഭയങ്കര സന്തോഷമായി. അത് നമ്മുടെ മുന്നിൽ വെച്ചായതുകൊണ്ടും, അല്ലെങ്കിൽ ആ കൊച്ചു കലാകാരിയുടെ ചിത്രങ്ങൾ ഈ കഥ എഴുതി ഉണ്ടാക്കി ആശയം മനസ്സിൽ താലോലിച്ച എഴുത്തുകാരൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണെന്ന് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം നമുക്ക് പകർത്താൻ കഴിഞ്ഞത് അത് വലിയ സന്തോഷമായി. എന്തായാലും ഗോപിക കലാകാരിയാവാൻ ആഗ്രഹിച്ച് നടന്നിറങ്ങിയതാണ്. അതിന് നല്ല വേദികൾ കിട്ടി. അതിന് ഗോപിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഗോപികയുടെ മാഷാണ്.
സന്തോഷ് മാഷിനാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു കലയെ വലുതാക്കി പരിപോഷിപ്പിച്ച് ഇപ്പോൾ ആ ഒരു വലിയ എഴുത്തുകാരൻ്റെ നോവൽ ചിത്രങ്ങളാക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. എന്തായാലും എനിക്ക് തോന്നുന്നു തുടർന്ന് ലോകത്തോളമോ അതിനേക്കാളോ വലുതാകട്ടെ ഗോപിയുടെ ക്യാൻവാസുകൾ അല്ലേ?